മക്കളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ യൂണിറ്റ് 2 ആണ്. ബേസിക് സയൻസും ഹിന്ദിയും ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ നൽകുന്നുണ്ട്. അതെല്ലാവരും പോയി കാണണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 2 ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു ഡയറി കുറിപ്പാണ്. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറിയാണ്. അതൊന്ന് വായിക്കാം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്തു രസമായിരുന്നെന്നോ! ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാൾ കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രയെത്ര വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു. എന്തു രുചിയായിരുന്നെന്നോ! ഇപ്പോഴും അവയുടെ രുചി നാവിൽ നിന്ന് തങ്ങി നിൽക്കുന്നു. ഇത് എഴുതിയ ഡയറിക്കുറിപ്പാണ് അല്ലേ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അതിനോടനുബന്ധിച്ച് അവൻ്റെ സ്കൂളിൽ ഭക്ഷ്യമേള നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ വിഭവങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്? കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ. പിന്നെന്തൊക്കെയുണ്ട്? പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, കുറേ ഉണ്ട് അല്ലേ. ഇതിലേതെങ്കിലും 3 എഴുതി ചേർക്കുക. ഇതുകൂടാതെ ഏതെല്ലാം വിഭവങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്? നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്താണ് ആ ചരിത്രം? നമുക്കൊന്ന് പോയി നോക്കാം. ഭക്ഷണ സമ്പാദനം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദ്യകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരും ആദ്യം ജീവികളെ എന്ത് ചെയ്തിരുന്നു? വേട്ടയാടിയിട്ട് കൊന്നു തിന്നിരുന്നു. എന്നാൽ അവർ പാചകമൊന്നും ചെയ്യാതെ പച്ചക്കാണ് കഴിച്ചിരുന്നത്. മക്കളെ, ഇവിടെ ഒരു 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ചിത്രം നിരീക്ഷിക്കൂ. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഫസ്റ്റ് ചിത്രം നോക്കൂ. ഭക്ഷണം ശേഖരിച്ചിരുന്നു അല്ലേ. അടുത്ത എന്തൊക്കെയാണ്? മൃഗങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടിയിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി മീൻ പിടിച്ചിരുന്നു. വേട്ടയ്ക്ക് അവർ കല്ല്, മരം എന്നിവ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒരുമിച്ചാണ് അവർ വേട്ടയാടിയിരുന്നത്. വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക? കായ്ക്കനികൾ, വേരുകളും കിഴങ്ങുവർഗ്ഗങ്ങളും, മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ ഇലകൾ, മൃഗങ്ങളുടെ മാംസം, പഴങ്ങൾ. വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്തിട്ടാണോ കഴിച്ചിട്ടുണ്ടാവുക? ആദ്യകാലങ്ങളിൽ അവർക്ക് തീയിൻ്റെ ഉപയോഗം അറിയില്ലായിരുന്നു. അന്ന് അവർ ലഭ്യമായ വസ്തുക്കളൊക്കെ എന്തായിരുന്നു? പച്ചയായിട്ടാണ് കഴിച്ചിരുന്നത്. പിന്നീടാണ് അവർ തീ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് അവർ തീ കണ്ടുപിടിച്ചത്? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കാമെന്ന് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. തീ കണ്ടുപിടിച്ചതോടുകൂടി തീയിൻ്റെ ഉപയോഗം പരിശീലിക്കുകയും അവരുടെ ഭക്ഷണ രീതിയിലൊക്കെ സുപ്രധാന മാറ്റമുണ്ടാവുകയും ചെയ്തു. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൻകാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. എന്തൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം ആദിമ മനുഷ്യനെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യയിലുള്ള വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. പിന്നെ എന്തൊക്കെ കാലാവസ്ഥാ മാറ്റങ്ങൾ. കാലാവസ്ഥാ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മഴ, വെയിൽ, അതിനൊക്കെ സ്വാധീനിച്ചിട്ടാവും. അതായത് കൊടും വേനൽ വന്നാൽ
ഭക്ഷണം കിട്ടാതാവും. അപ്പോൾ അവർ സമ്പാദിച്ച് വെക്കാൻ തുടങ്ങി. മഴ സമയത്തും അതേ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഭക്ഷണം സമ്പാദിക്കാനുള്ള അവർ നിർബന്ധിതരാകും. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള കുടിയേറ്റം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറ്റി പാർത്താൽ അവിടെ എന്ത് ചെയ്യും, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെ അവരെന്ത് ചെയ്യും, ഭക്ഷണ സമ്പാദനത്തിന് നിർബന്ധിതരാകും. അടുത്തെന്ത് ചെയ്താൽ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ കാട്ടുതീ, കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യുക, ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തും. അങ്ങനെ നിർബന്ധിതരാകും അതിന്, അല്ലേ? അടുത്തത് ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണാവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. ആദിമ മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടു കൂടിയിട്ട് അവരുടെ മനുഷ്യ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായി. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? എങ്ങനെയൊക്കെയാണ് അവർ സസ്യങ്ങളെ പരിപാലിച്ചത്? വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുമെന്നും വെള്ളത്തിലിട്ടാൽ വിത്ത് ചീഞ്ഞു പോകുമെന്നും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്നും അവർ മനസ്സിലാക്കിയതോടു കൂടിയിട്ട് കൃഷി ആരംഭിക്കാൻ തുടങ്ങി. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങളുടെ സമീപത്ത് സ്ഥിരതാമസം ആരംഭിച്ചു. ഇങ്ങനെ അവർ സ്ഥിരതാമസം ആരംഭിച്ചതോട് കൂടിയിട്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയതോട് കൂടിയിട്ട് അവർക്കുണ്ടായ നേട്ടങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അവർക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്തതോട് കൂടിയിട്ട് ഭക്ഷ്യവസ്തുക്കൾ വർദ്ധിച്ചു, വിശ്രമ സമയം വർദ്ധിച്ചു. ഇനി അടുത്ത ചോദ്യം എന്താണ്? ആദിമ മനുഷ്യർക്ക് സ്ഥിരതാമസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം? ചർച്ച ചെയ്യൂ. ജലലഭ്യത, അല്ലേ? ധാരാളം വെള്ളം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ജലസേചനത്തിന് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അപ്പോൾ ജലലഭ്യത, വളക്കൂറുള്ള മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, കൃഷിക്ക് അനുകൂലമായ സാഹചര്യം, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സഹായകമായി. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗമിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളവ സൂക്ഷിക്കുന്നതിനായി പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കാം അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മരപ്പാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ, നിലത്ത് നിർമ്മിച്ച കുഴികൾ, മൃഗങ്ങളുടെ പുറന്തോട്. ഇങ്ങനെ ബാക്കി വരുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ അവർ പാത്രങ്ങളിലിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും. വേറെ ഏതെല്ലാം രീതിയിൽ സൂക്ഷിക്കാം? ഉണക്കി സൂക്ഷിക്കാം, അല്ലേ? ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണക്കി വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ച് വെക്കാം. ഉപ്പിലിട്ട് വെക്കാം. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളാണ് കല്ല്, കൊമ്പ്, കമ്പ്, എല്ല് തുടങ്ങിയവ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മൺകട്ടകൾ കൊണ്ട് മണ്ണ് കുഴച്ച് പാത്രങ്ങൾ രൂപപ്പെടുത്തി ചുട്ടെടുക്കാമെന്നും അവർ മനസ്സിലാക്കി. ഈ മൺപാത്രങ്ങൾ വെള്ളം ശേഖരിക്കാനും ചൂടാക്കാനും അവർ ഉപയോഗിച്ചു. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. പ്രാചീന കാലങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിച്ചിരുന്നത് ധാന്യപ്പുരകളിലായിരുന്നു.
ആദ്യകാല മനുഷ്യർ നദീതടങ്ങളിൽ സ്ഥിരതാമസമാക്കിയതൊക്കെ പറഞ്ഞല്ലോ അല്ലേ നമ്മൾ. അപ്പോൾ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കെട്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ മണ്ണ് കൊണ്ടാണത് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. ദൂര രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരയിൽ അവർ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിക്കുന്നതിനായിട്ട് ഭരണികൾ പത്തായങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. വേറെ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. മുതിർന്നവരോട് ചോദിച്ചറിയാനാണ് പറയുന്നത്. മരപ്പൊത്തിൽ സൂക്ഷിച്ചിരുന്നു. മണ്ണിൽ കുഴി കുത്തിയിട്ട് സൂക്ഷിച്ചിരുന്നു. മൺപാത്രങ്ങളിൽ അല്ലേ, അതിലൊക്കെയാണ് സൂക്ഷിച്ചിരുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യാനും സംഭരിക്കാനും ഏതൊക്കെ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അറിയില്ലേ? സ്റ്റീല്, അലൂമിനിയം, മൺപാത്രങ്ങൾ, ഓട്, ചെമ്പ്, അങ്ങനെ പല വിധമുണ്ട് അല്ലേ. പിന്നെ പുതുതായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ലേ നോൺ സ്റ്റിക്ക്, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചറിയണം കേട്ടോ മക്കളെ. ചെമ്പ് എന്ന് പറഞ്ഞല്ലോ, മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ആദ്യത്തെ മൃഗം ഏതാണ്? നായയാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. നമ്മുടെ ജനറൽ നോളേജ് ക്ലാസ്സുകളൊക്കെ പോയി കാണണം. എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ ഇതിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരും പോയി കാണണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തതാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൻകാലത്ത് ഉപയോഗിക്കാനായി സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല ചെയ്തിരുന്നത്. അതെന്ത് ചെയ്തിരുന്നു? ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് എങ്ങനെയായിരിക്കാം ഇവർ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽത്തീരത്ത് താമസിക്കുന്നവർ മറ്റു പ്രദേശത്തിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശത്തിലുള്ളവർ ഇതര പ്രദേശത്തിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ആദിമ മനുഷ്യർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നു. ഇതിൻ്റെ പേരാണ് കൈമാറ്റ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക? ചർച്ച ചെയ്യുക. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊള്ളുകയും ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിക്കുകയും ചെയ്തു. ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. നഗര രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. സാധനങ്ങളുടെ കൈമാറ്റം, പിന്നെ അത് വ്യാപാരമായി മാറി, പിന്നെ ചന്തകളായി, അടുത്തത് എന്താണ്? കച്ചവട കേന്ദ്രങ്ങളായി. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിലെത്തി. കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി മാറി. മക്കളെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പ്രദായത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ. പിന്നെ തീ കണ്ടുപിടിച്ചതിനെ കുറിച്ച് പഠിച്ചു. തീ കണ്ടുപിടിച്ചതിന് ശേഷം അവർ വേവിച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ അവർ നദീതടങ്ങളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവിടെ സമീപത്ത് താമസമാക്കി. പിന്നെ അവർ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ബാർട്ടർ സമ്പ്രദായം. അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.